Hi students, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8 ചാപ്റ്റർ 2 ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിളിന്റെ തിയറിയാണ്. സോ ലെറ്റ് us start. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് ഇക്വേഷൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഇപ്പോൾ വൺ ഓർ മോർ വേരിയബിൾസിന്റെ എക്സ്പ്രഷൻസ് ഇൻ ടേംസ് ഓഫ് ഇക്വാളിറ്റി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മുടെ കൺസേൺ ഈ ചാപ്റ്ററിൽ ലീനിയർ ഇക്വേഷൻസ് ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ടേമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പിന്നെ അത് മാത്രമല്ല ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് വൺ വേരിയബിൾ അല്ലെങ്കിൽ വൺ അൺനോൺ മാത്രമേ ഇനി ഈ ഇക്വേഷൻസിൽ ഉണ്ടാവുള്ളൂ. ഇനി ലീനിയർ ഇക്വേഷൻസ് എന്നൊരു ഇക്വേഷനെ പറയണമെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസ് ഷുഡ് ബി ലീനിയർ. That means the highest power of the unknown must be 1. Clear ആയല്ലോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5x plus 2 is equal to 9. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ അതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ there is an equality sign അല്ലെ, ഒരു ഇക്വാളിറ്റി സൈൻ ഉണ്ട്. പിന്നെ രണ്ട് സൈഡ്സ് ഉണ്ട് ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരു ഇക്വേഷൻ എന്താണ് എക്സാമ്പിളോടുകൂടി പറഞ്ഞു തരാണ്. ഇതിൽ ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ, എക്സ് അല്ലെ, ജസ്റ്റ് വൺ അൺനോൺ, ദാറ്റ് ഈസ് ഓൺലി വൺ വേരിയബിൾ ഇസ് ദെയർ ഇൻ ദ ഗിവൺ ഇക്വേഷൻ. ഇനി ഈ ഒരു തന്നിരിക്കുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ലീനിയർ ആണെന്ന് പറയാൻ പറ്റും. കാരണം തന്നിരിക്കുന്ന അൺനോണിന്റെ ഹയസ്റ്റ് പവർ എന്താ, 1 ആണ് അല്ലെ. 5 into x എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഹയസ്റ്റ് പവർ 1 ആണ്. വേറെ എക്സും ഇല്ല, എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ടേംസ് ഹയർ പവേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഇക്വേഷനെ ലീനിയർ എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റ്സ് നോക്കാം. ഇക്വേഷൻസ് വിത്ത് ലീനിയർ എക്സ്പ്രഷൻസ് in one variable only are known as linear equations in one variable അല്ലെ. equations with linear expressions in one variable only. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ലീനിയർ എക്സ്പ്രഷൻസ് ആ തന്നിട്ടുണ്ടാവുക, LHS equal to RHS ഫോമിൽ. അതിൽ ഒറ്റൊരു വേരിയബിൾ അല്ലെങ്കിൽ വൺ അൺനോൺ ഓൺലി വിൽ ബി ദെയർ. അതിനെയാണ് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്നത്. ലീനിയർ എക്സ്പ്രഷൻസ് means that the highest power of the variable appearing in the expression is 1. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ എക്സ്പ്രഷനിലെ അൺനോൺ ഉണ്ടല്ലോ വേരിയബിൾ, അതിന്റെ ഹയസ്റ്റ് പവർ 1 ആണെങ്കിൽ ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ. അതുകൊണ്ടാണ് ആ ലീനിയർ എന്നുള്ള ടേം വരുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ജനറൽ എക്സ്പ്രഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അതായത് ax plus b is equal to 0. ഇതാണ് ജനറൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ജനറൽ ഫോമിൽ നമ്മൾ ലീനിയർ ഇക്വേഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ax plus b ഫോമിലാണ്. ഓക്കെ, ax plus b is equal to 0 where a and b are two integers. അപ്പോൾ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസും ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ ആയല്ലോ? ഇൻഡിജേഴ്സ് ആണ് കേട്ടോ, അത് മനസ്സിലാക്കുക. അപ്പോൾ ax plus b is equal to 0. a and b are two integers. x എന്ന് പറയുന്നത് വേരിയബിൾ ആണ് ആൻഡ് ഇറ്റ് ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സിനൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ഈ ഒരു ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സാറ്റിസ്ഫൈ ചെയ്യുക പറഞ്ഞാൽ ആ എക്സിന്റെ വാല്യൂല് LHS നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. അത് തന്നെയായിരിക്കും RHSൽ കിട്ടുന്ന വാല്യൂ. അതാണ് ഇക്വേഷനെ ബാലൻസ് ചെയ്യാണ് ചെയ്യാം ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്സ്. ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ only satisfies the equation. അതിനെയാണ് റൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 4x plus 6 is equal to 14. അപ്പോൾ ഇതാണ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. This equation has only one solution, that is x equal to 2. ഓക്കെ, 4x plus 6 is equal to 14. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ x equal to 2 മാത്രമേ ഈ ഒരു ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യൂ. അപ്പൊ ആ സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4x plus 6 is equal to 14. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു ഇക്വാളിറ്റി ആണ് ഇൻവോൾവിംഗ് വേരിയബിൾസ്. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ജസ്റ്റ് വൺ വേരിയബിൾ ഇക്വേഷൻ ആണ്. ഇറ്റ് ഹാസ് ആൻ ഇക്വാലിറ്റി സൈൻ അല്ലെ. അപ്പോൾ 4x plus 6 is equal to 14 ആ is equal to ആ ഇക്വാലിറ്റി സൈൻ ഉണ്ട്
അല്ലെ. അത് മാത്രമല്ല ഇക്വാലിറ്റി സൈൻ എന്ന് പറയുന്നത് രണ്ട് എക്സ്പ്രഷൻസ്, രണ്ട് സൈഡ്സിനെ ബാലൻസ് ചെയ്യണം ആ ഇക്വേഷനിൽ. അപ്പോൾ ആ എക്സ്പ്രഷൻ ഓൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഓക്കെ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഇക്വാലിറ്റി സൈൻ ദാറ്റ് ഇസ് 4x + 6, ഇതാണ് ഇക്വാലിറ്റി സൈനിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ. അതിനെയാണ് നമ്മൾ LHS എന്ന് പറയുന്നത്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, സ്റ്റിൽ ജസ്റ്റ് ലെറ്റ് us revise it. അപ്പോൾ നമുക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണെന്ന് മനസ്സിലായി, ഇക്വാലിറ്റി സൈനിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇനി അതേപോലെ ഇക്വാലിറ്റി സൈനിന്റെ റൈറ്റ് സൈഡിലുള്ളത് ആ ഒരു എക്സ്പ്രഷൻ, അതിനെയാണ് റൈറ്റ് ഹാൻഡ് സൈഡ്, അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് ഫോമിൽ നമ്മൾ എന്താ പറയുക, അതിനെ RHS എന്ന് പറയും. ക്ലിയർ ആയല്ലോ. സോ വി ഗോട്ട് LHS. ഈ ഒരു ഇക്വേഷനിൽ 4x + 6 ആണ് LHS, 14 ആണ് RHS. Next, in an equation, the values of the expressions on the LHS and RHS are equal for certain values of the variable. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ x ആണ് unknown, അല്ലേ? Here x is the unknown or variable. If we try to solve the equation, we'll get the value of x. ശരിയല്ലേ? ആ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദി ഇക്വേഷൻ ഫോർ ഷുവർ. അതായത് LHSഉം RHSഉം ഈക്വൽ ആയിട്ട് കിട്ടും. അങ്ങനെയാണല്ലോ ഇക്വേഷൻ ബാലൻസ് ആയി നിൽക്കുക. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂ, അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. Next, to find the solution, we assume that the two sides of the equation are balanced. നമ്മൾ ഇക്വാലിറ്റി സൈൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ രണ്ട് സൈഡും, അതായത് LHSഉം RHSഉം ബാലൻസ്ഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ക്ലിയർ ആയോ? എന്നിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തിട്ട് അൺനോൺ വേരിയബിൾ, അതായത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. We perform the same mathematical operations on both sides of the equation. അപ്പോൾ നമ്മൾ ഇനി എന്ത് ഓപ്പറേഷൻസ് ചെയ്യുകയാണെങ്കിലും, സപ്പോസ് നമ്മളിപ്പോൾ ഒരു വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ ബോത്ത് LHS ആൻഡ് RHSൽ നമ്മളത് ഒരേപോലെ ചെയ്യണം, എന്നാലേ ആ ഇക്വേഷന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയല്ലോ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 2 ആഡ് ചെയ്യണം. 2 ആഡ് ചെയ്യണമെങ്കിൽ LHSലെ എക്സ്പ്രഷനിലും ആഡ് ചെയ്യണം, RHSലെ എക്സ്പ്രഷനിലും അത് ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ LHS = RHS മെയിൻറ്റെയിൻ ആവുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, സോ ദാറ്റ് ദ ബാലൻസ് ഇസ് നോട്ട് ഡിസ്റ്റർബ്. ഇപ്പോൾ ബാലൻസ് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ 4x + 6 = 14, ആ സെയിം എക്സാമ്പിളിൽ തന്നെ x = 2 ആണ് സൊല്യൂഷൻ പറഞ്ഞു. ഇനി നമുക്ക് ആ ഒരു വാല്യൂ നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അതായത് എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 4 × 2 + 6, അതങ്ങനെ തന്നെ എഴുതി, ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടുക? 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. 4 × 2 is 8, 8 + 6 ഇത് 14 ആണ്, അല്ലേ? ഇനി RHSൽ ഓൾറെഡി 14 ആണെന്ന് നമുക്കറിയാം. സി, ഇതാണ് LHS എന്ന് പറയുന്ന പോർഷൻ, അത് നമുക്ക് 14 കിട്ടി. RHS ഓൾറെഡി 14 ആണ്, ഹെൻസ് LHS is equal to RHS. സോ ദ ഇക്വേഷൻ, അതായത് എക്സിന്റെ വാല്യൂ 2 എന്ന് പറയുന്ന സൊല്യൂഷൻ ആ ഒരു തന്നിരിക്കുന്ന ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് മീനിങ്. Next, solving equations having the variable on both sides. ഇപ്പോൾ എല്ലാ ഇക്വേഷൻസിലും RHSൽ നമ്പേഴ്സ് ഉണ്ടാവണമെന്ന് കമ്പൽസറി ഇല്ല. അതായത് സപ്പോസ് 2x = 3, ഓക്കെ, അപ്പോൾ ഇവിടെ LHSലുള്ള എക്സ്പ്രഷൻ 2x ആണ്, ഓക്കെ, ആൻഡ് RHSൽ 3 ആണ്. അപ്പോൾ RHS എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ ആണ്. ഇനി ഇതേപോലെ 2x + 3 = 5x. ഓക്കെ, അപ്പൊ ഇവിടെ LHS ആൻഡ് RHS രണ്ട് സൈഡ്സിലും നമുക്ക് ഇതേപോലെ വേരിയബിൾസ് ഉണ്ട്, ശരിയല്ലേ? ഇപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ ഞാൻ പറഞ്ഞു 2x = 3ല് അവിടെ ജസ്റ്റ് LHSൽ മാത്രമേ x ഉള്ളൂ, അൺനോൺ വേരിയബിൾ ഉള്ളൂ. പക്ഷെ സെക്കൻഡ് ഇക്വേഷനിൽ 2x + 3 = 5xൽ ബോത്ത് LHS ആൻഡ് RHS ബോത്ത് ആർ ഹാവിംഗ് ദ വേരിയബിൾ x. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷൻസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഇക്വേഷൻസ് ഹാവിംഗ് ദ വേരിയബിൾ ഓൺ ബോത്ത് ദ സൈഡ്സ്. LHSലും RHSലും x എന്നുള്ള അൺനോൺ ഉണ്ടാവും. x തന്നെ ഉണ്ടാവണമെന്നില്ല, ഇറ്റ് ക്യാൻ ബി y or z. അത് ഏത് വേണമെങ്കിലും നൊട്ടേഷൻസ് യൂസ് ചെയ്യാം അൺനോൺ വേരിയബിൾസ്. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് x പറയണു എന്ന് മാത്രം. In certain cases, both LHS and RHS may have expressions with one variable. നമ്മളിവിടെ just equation one variable അല്ല കൺസിഡർ ചെയ്യണം, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. In some cases, RHS may be just a number. ചില ഇക്വേഷൻസിൽ
RHSലെ എക്സ്പ്രഷനിൽ ജസ്റ്റ് നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ചിലതിൽ രണ്ട് സൈഡ്സും നമുക്ക് വേരിയബിൾസ് ഉണ്ടാവും. For example പറയുകയാണെങ്കിൽ 5x minus 9 is equal to minus 3x plus 19. Okay, 5x minus 9 is equal to minus 3x plus 19. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം 5x minus 9ൽ വേരിയബിൾ x ഉണ്ട്, minus 3x plus 19ൽ വേരിയബിൾ x ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ രണ്ട് സൈഡ്സിലും ഈ വേരിയബിൾ ഉണ്ട്. ഇനി ഇത് ജസ്റ്റ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. 5x is equal to ഈ മൈനസ് 9നെ നമ്മൾ RHSലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ ട്രാൻസ്പോസിങ് എന്നും പറയാം. അതായത് നമ്പേഴ്സിനെ ജസ്റ്റ് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് ഒന്നെങ്കിൽ RHS നിന്ന് LHSലേക്ക് അല്ലെങ്കിൽ LHSൽ നിന്ന് RHSലേക്ക് മാറ്റി എഴുതുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് നമ്മൾ എവിടെയാണ് നമ്പേഴ്സ്, ചിലപ്പോൾ നമ്മൾ ഹയർ വാല്യൂസ് ഉള്ളിടത്തേക്ക്, ഇപ്പോൾ പോസിറ്റീവ് വാല്യൂ ഉള്ളിടത്തേക്ക് നെഗറ്റീവ് വാല്യൂസ് കൊണ്ടുപോകും, ആഡ് ചെയ്യും, അങ്ങനെ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാറ് അതുപോലെ തന്നെ ഈ മൈനസ് 9നെ നമ്മൾ RHSലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെ. സോ ഈ ഒരു മൈനസ് 9നെ RHSൽ കൊണ്ടുപോകുമ്പോൾ മൈനസ് എന്നുള്ള സൈൻ എന്താവും? പ്ലസ് ആവും. സോ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് പ്ലസ് 9 ആയി. അപ്പോൾ LHSൽ 5x മാത്രമേ ഉള്ളൂ. 5x is equal to ബാക്കി ടേംസ് അങ്ങനെ എഴുതാം, മൈനസ് 3x പ്ലസ് 19 പ്ലസ് 9. അത് ശ്രദ്ധിക്കാം, മൈനസ് 9 LHSലുള്ളത് RHSൽ പോകുമ്പോൾ പ്ലസ് 9 ആവും. അതേപോലെ തന്നെയാണ് മൈനസ് എന്നുള്ളത് പ്ലസ് ആവും, പ്ലസ് എന്നുള്ളത് മൈനസ് ആവും, ദെൻ ഇൻറ്റു എന്നുള്ളത് ഡിവൈഡഡ് ബൈ ആവും, ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഇൻറ്റു ആവും. ജസ്റ്റ് LHS RHSലേക്ക് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യും. ആ ഓപ്പറേഷൻസ് ജസ്റ്റ് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. അതൊന്ന് കെയർഫുൾ ആയിരിക്കുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 19 പ്ലസ് 9 രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാണ് അല്ലേ? സോ 28 കിട്ടും. അതങ്ങനെ തന്നെ എഴുതാം. നമുക്ക് 5x is equal to minus 3x plus 28 കിട്ടും. ഇനി ഈ മൈനസ് 3x എന്ന് പറയുന്നത് എന്തായിരിക്കും? x എന്തായാലും ഒരു വാല്യൂ, ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ മൈനസ് 3 ഇൻറ്റു എക്സും എന്തായിരിക്കും? ഒരു നമ്പർ തന്നെയായിരിക്കും, ശരിയല്ലേ? സോ ബാക്കിയുള്ള നമ്പേഴ്സിനെ പോലെ തന്നെ നമുക്ക് ഈ വേരിയബിൾസിനെ നമുക്ക് ട്രാൻസ്പോസ് ചെയ്യാം. ക്ലിയർ ആയോ? സോ മൈനസ് 3x എന്ന് പറയുന്നത് RHSലാണ്, അതിനെ നമ്മൾ LHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വാല്യൂ കിട്ടുക? അതായത് മൈനസ് 3x എന്നുള്ളത് LHSൽ കൊണ്ടുപോകാം. സോ മൈനസ് എന്നുള്ളത് ഇവിടെ പോകുമ്പോൾ LHSൽ പോകുമ്പോൾ അത് പ്ലസ് ആവും, 3x അങ്ങനെ എഴുതാം. സോ 5x പ്ലസ് 3x is equal to ഇനി 28 RHSൽ ആദ്യമേ കിട്ടിയത് അങ്ങനെ തന്നെ എഴുതാം. സോ 5x പ്ലസ് 3x is equal to 28. ഇനി 5x പ്ലസ് 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 5x പ്ലസ് 3xൽ ഇതിൽ x കോമൺ ആണ്, ഔട്ട്സൈഡ് എടുത്താൽ 5 പ്ലസ് 3 അതായത് 8x. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ 5xന്റെ കൂടെ 3x ആഡ് ചെയ്യാം. സോ 8x. ഓക്കെ, സോ 8x ഈക്വൽ ടു 28 കിട്ടി. ഇനി ഇവിടെ 8 ഇൻറ്റു എക്സ് ആണുള്ളത്. സോ 8 ഇൻറ്റു എക്സ് ആണ് നമുക്ക് LHSലുള്ളത്, RHSൽ 28. നമുക്ക് സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ, അൺനോൺ നമ്പറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ജസ്റ്റ് ട്രാൻസ്പോസ് 8 ടുവേർഡ്സ് RHS. അപ്പോൾ നമുക്ക് ഇൻറ്റു എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ എന്താവും? RHSൽ പോകുമ്പോൾ അത് ഡിവിഷൻ ആവും. സോ എക്സ് ഈക്വൽ ടു, ഇനി ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, 8നെ നമ്മൾ RHSൽ കൊണ്ടുപോവാണ്. ഓൾറെഡി അവിടെ 28 ഉണ്ട്. അപ്പോൾ ഇൻറ്റു 8 എന്നുള്ളത് RHSൽ പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 8 ആവും. ക്ലിയർ ആയല്ലോ? സോ 28 ബൈ 8 ഇതാണ് എക്സിന്റെ സൊല്യൂഷൻ. എക്സിന്റെ വാല്യൂ 28 ബൈ 8 കിട്ടി. ദാറ്റ് മീൻസ് ഇനി നമ്മൾ 5x മൈനസ് 9 is equal to minus 3x plus 19 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഈ എക്സിന്റെ വാല്യൂ 28 ബൈ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് LHSഉം RHSഉം സെപ്പറേറ്റ് ആയി കണ്ടുപിടിച്ചാൽ രണ്ടും സെയിം ആയിട്ട് കിട്ടും. ഇനി നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. Just as numbers, variables can also be transposed from one side of the equation to the other. Numbersനെ പോലെ തന്നെ variablesനെ നമുക്ക് one side, either LHS to RHS or RHS to LHS, they can be transposed. Occasionally, the expressions forming equations have to be simplified before we can solve them by usual methods.
അപ്പോൾ ചില കേസസിൽ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിനെ നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ ആദ്യമേ തന്നെ നമുക്ക് സോൾവ് ചെയ്ത ആൻസർ കിട്ടി. പക്ഷെ ചില ഇക്വേഷൻസിൽ നമുക്ക് ആദ്യം ഒരു സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടി വരും, എന്നിട്ട് വേണം സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. Some equations may not even be linear to begin with, but they can be brought to a linear form by multiplying both sides of the equation by a suitable expression. ഇനി ചില കേസസിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ ലീനിയർ ഫോമിൽ ആവണം എന്ന് നിർബന്ധമില്ല, പക്ഷെ നമുക്ക് അതിനെ ലീനിയർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നിരിക്കുന്ന LHS and RHS എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ, ഏതെങ്കിലും അല്ല, അതായത് ആ ഇക്വേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിനെ ലീനിയർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഈ ലീനിയർ ഇക്വേഷൻസിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ നമുക്ക് വേർഡ് പ്രോബ്ലംസിൽ ഇതേപോലെ നമ്പേഴ്സിന്റെ, ഏജസിന്റെ, പെരിമീറ്റേഴ്സ്, കോമ്പിനേഷൻ ഓഫ് കറൻസി നോട്ട്സ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീനിയർ ഇക്വേഷൻസ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.